ആ കാട്ടുപൂവൻകോഴിയുടെ മുട്ട അവിടെ കിട. അയ്യോ 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 എടി വെളുത്തമ്മേ, വെളുത്തമ്മേ വാ, ഒരു കാര്യം പറയട്ടെ. എന്റെ വെളുത്തമ്മേ ഓടി വാ, കഴുകന്റെ മുട്ട. വെളുത്തമ്മേ വെളുത്തമ്മേ വെളുത്തമ്മേ, കഴുകന്റെ മുട്ട. കഴുകന്റെ മുട്ടയോ? ആ ആ മരത്തിന്റെ മുകളിൽ ഞാൻ കേറി കഴുകന്റെ മുട്ട ഇങ്ങനെ എടുത്തില്ല എന്ന് കണ്ടപ്പോ കഴുകന്റെ ഒരൊറ്റ വരവ്. കഴുകന്റെ തലയും കുത്തി പെരിയാർ ഡാമിൽ. പക്ഷേ കഴുകന്റെ കണ്ണ് രണ്ടും പൊട്ടിപ്പോയി. പാവം. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. വാ, നമുക്ക് കൊണ്ടേ പോയിരിച്ച് തിന്നാം. വെളുത്തമ്മേ 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 വെളുത്തമ്മേ, ഒരു മുട്ട തായേ. ഇതിന്ന് ഒരു മുട്ടയെങ്കിലും എനിക്ക് താ വെളുത്തമ്മേ. ഇപ്പൊ വേണ്ട, നമുക്ക് അച്ഛനും അമ്മയും വന്നിട്ട് പൊരിച്ചു തിന്നാം. വെളുത്തമ്മേ, ഒരു മുട്ട എനിക്ക് താഴെ. വിശന്നിട്ട് വയ്യ, പച്ച കുടിക്കാനാ. അതല്ലേ ഞാൻ ഇത്രയും പൊക്കത്തിൽ കയറി മുട്ടയിട്ടത്. ഈ ചെറുത് തിരിയണം. മുട്ടയ്ക്ക് ഇത്ര കട്ടിയോ? ഇത് കഴുകന്റെ മുട്ടയോ കാട്ടുകോഴിയുടെ മുട്ടയോ അതോ ആന മുട്ടയോ? എടാ കഴുകാ, നീ കട്ടിയിലാണല്ലോ മുട്ടയിട്ടത്. അപ്പൊ നിന്റെ കുഞ്ഞിനെന്ത് കട്ടി കാണും? ഇത് പൊട്ടൊന്നുമില്ലല്ലോ, ഇത് കേട് മുട്ടയാണ്. കിട്ടുന്നുണ്ട്. ആപ്പേട്ടെങ്കിൽ മുട്ട കഴിച്ചില്ലേ? എന്നാ കഴിക്കണ്ട. പച്ചമുട്ട കഴിച്ചാലേ വയറ് വലിക്കും. ഒരു മുട്ട വൈദ്യര് അറിഞ്ഞിരിക്കുന്നു. പിന്നെ കഴുകന്റെ പച്ചമുട്ട കഴിച്ചാലേ എന്നെ പിടിച്ചാ കിട്ടൂല. ഞാനിങ്ങനെ പറക്കും. പറക്കും. നിന്നെ ഞാൻ കുത്തിയെടുത്ത് കഴുകനെ പോലെ ഇങ്ങനെ നീ എന്തോടാ കിടന്നിങ്ങനെ പറക്കുന്നത്? പാപ്പേട്ടൻ കഴുകന്റെ മുട്ട കൊണ്ടുവന്നിട്ടു. പാപ്പിയോ? നീയോ? കഴുകന്റെ മുട്ടയോ? നമ്മുടെ പാപ്പി കഴുകന്റെ മുട്ട എടുത്തുന്നു. ചുമ്മാ കൊള്ളാന്നടി മോളെ. എന്തോ പാപ്പേട്ടൻ 10-20 മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ എന്ത് ചെയ്താലും ഒരു വിലയില്ല. എനിക്ക് അച്ഛനും അമ്മയില്ലായിട്ടല്ലേ. നെഞ്ചത്തടിച്ച് കലക്കി കളയാതെ. നിന്റെ അച്ഛനും അമ്മയല്ലോ ഈ നിൽക്കുന്നേ. നമുക്ക് പോയി ഈ പാപ്പിയുടെ കയ്യിലെ ആ കഴുകന്റെ മുട്ട കണ്ടിട്ട് വരാം. വെളുത്തമ്മേ വെളുത്തമ്മേ, എന്റെ മുട്ട ഇവിടെ അച്ഛനൊന്ന് കാണട്ടെ. ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, എവിടെ ഇരിക്കുന്നു പറഞ്ഞ ഞാൻ എടുത്തു കൊടുക്കാം. എന്നാ ആ കലത്തിലിരിപ്പുണ്ട്. ഈ കലത്തിലാ? ഈ കലത്തിലാ? അതാ ആ വലിയ കലത്തിലെ. ഈ വലിയ കലത്തില്. അച്ഛാ, യമന്റെ പൊട്ടണ കയ്യത്തെ നീ വിളിക്കണില്ലേ? എനിക്ക് എടി വെള്ളം നീ ആണെങ്കിൽ പിടിക്കാതെ, എടി കോതയ്ക്ക് നോയിക്കൊണ്ടിരിക്കാതെ. പ്രായമായ പെണ്ണിനെ കൊണ്ടാണോ പാമ്പിനെ പിടിപ്പിക്കുന്നത്? അച്ഛാ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.
പെണ്ണിനെ ചെറുക്കനെ കൊല്ലും. Oh my God. I like you. Come on, I love you. സായിപ്പ് മദാമ, മദാമ സായിപ്പ്. പാപ്പേട്ടാ ഓടിവാ ഓടിവാ, പൊന്മാൻ കുഞ്ഞ് കണ്ണു തുറന്നേ. ഓ കണ്ണ് തുറന്നോടി പൊന്മാങ്കുഞ്ഞ്. പൊന്മാൻ കുഞ്ഞിന് ജീവൻ വെച്ച് ഓടിവാ ഓടിവാ, വെള്ളവും കുടിച്ചേ. ആ വെള്ളം കുടിച്ചാ? ആ ജീവനുണ്ട്, കൂടുതൽ കൊണ്ടുവാ. കൂട അല്ല കൂട്. ആ കൂട് അങ്ങനെ പറ. ഒന്ന് വേഗം വാ പാപ്പേട്ടാ. ആ നില്ല് വെളുത്തമ്മേ പോയല്ലേ. എന്നാ കൂടുന്നാ കൂട്. കൂട്. ആ പൊന്മാങ്കുഞ്ഞിന് ജീവൻ വെച്ചല്ല. വെച്ച്. ഇനി വെളുത്തമ്മ പോയിട്ടേ പൊന്മാന് മീൻ പിടിച്ചോണ്ട് വാ. ഞാൻ പോയിട്ട് വിറക് ഒടിച്ചോണ്ട് വരാം. ശരി. ആ പിന്നെ വെളുത്തമ്മേ ഞാനിപ്പൊ ഒരു കാഴ്ച കണ്ടു. എന്തുവാ? ആ കൂടാരത്തിന്റെ അകത്തെ ഒരു സായിപ്പ് ഒരു മദാമനെ. സായിപ്പ് മദാമ? ഒന്ന് വേഗം പറ പാപ്പേട്ടാ. ഒരു സായിപ്പേ ഒരു മദാമനെ. മദാമനെ? അയ്യോ എനിക്ക് നാണമാണ് പറയാൻ. വേഗം പറ പാപ്പേട്ടാ. ഞാൻ എഴുതി തരാം. വേണ്ട. എന്നാ ഞാൻ കാണിച്ചു തരട്ടെ. സായിപ്പേ മദാമനെ ഐ ലവ് മൈ. ഈ കിസ്സും കിസ്സും ഒക്കെ എന്റെ അടുത്ത് കാണിച്ചാലോ നല്ല അടി വെച്ചു തരും കേട്ടോ. ഹായ് ജംഗിൾ ക്വീൻ, വണ്ടർഫുൾ ഗേൾ, കൺട്രി. എന്തൊരു കാര്യം? എന്തൊരു കാര്യം? നിനക്ക് വല്ലയിടത്തും പെട്ടോ? പിന്നെ പെട്ടു. അത് ഈ ഉറിഞ്ചിക്ക നല്ലോണം ഉണങ്ങിയിട്ടില്ല. അപ്പോഴേ നമ്മുടെ ആ വെളുത്തമ്മയും പാപ്പയും കൂടി ഇങ്ങനെ ചുമ്മാ നടക്കുക മതിയോ? അതാ ഞാനും ആലോചിക്കുന്നത് കേട്ടോ. ഒരു നല്ല ദിവസം നോക്കി 3-4 പേരെ വിളിച്ചു കൂട്ടി അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. പെണ്ണിനാണെങ്കിൽ ചെറുക്കനോടൊരു മടുപ്പ. അത് നേരാ കേട്ടോ. പെണ്ണിനൊരു ഇച്ചിരി കൂടുതലാ. അവൾ ഇന്നാൾ ആ പാപ്പയുടെ മുഖത്ത് നോക്കി പറയുവാ, നീ പോടാ പേടിത്തുണ്ടാന്ന്. അതൊക്കെ കല്യാണം കഴിയുമ്പോ അങ്ങ് മാറുമെന്നേ. പക്ഷെ ആ പ്രായത്തിന്റെയാ. നീ ആന്നേല് ഈ പ്രായത്തില് എന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? കൈ അങ്ങോട്ട് എടുത്താട്ടെ, ഞാൻ എടുത്തു തരാമല്ലോ. ഞാൻ എടുത്തോളാം. വേണ്ട. ഞാൻ അന്ന് അങ്ങനൊക്കെ പറഞ്ഞതേ സ്നേഹം കൊണ്ടല്ലായിരുന്നു. അതുപോലെ അന്നാ താന്തേം തള്ളയില്ലാത്ത ചെറുക്കന്റെ കാര്യം. അല്ല, ആ മണ്ടൻ പാപ്പയുടെ ചില നേരത്തെ വർത്താനം കേട്ട ആർക്കും ദേഷ്യം വന്നു പോകും. വരുവേ, നിന്റെ മോളായതുകൊണ്ടാ. നിനക്ക് വരും, നിന്റെ മോക്ക് വരും. പക്ഷെ എനിക്ക് വരത്തില്ല. എന്താന്നറിയാമോ? അവന്റെ തന്ത കുളമാക്കി ചാവാൻ നേരത്തെ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, വിടാ കുട്ടി, നിന്റെ മോളെ കൊണ്ട് എന്റെ മോനെ കല്യാണം കഴിപ്പിക്കണവിടാ എന്ന്. നേരെ അന്ന് നമ്മുടെ മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 5 വയസ്സോ കരയുന്നു. എന്താണിത്? ഇതേ മീനാ. പെണ്ണിന്റെ ഒരു നെകളിപ്പുണ്ടല്ലോ. എടി അവന്റെ നെറ്റിക്ക് എന്ത് വന്നാ ചോദിച്ചത്? ചോര.
ഞാൻ ചൂണ്ടക്കോലുകൊണ്ട് തല്ലിയതാ. നിനക്ക് ചൂണ്ടക്കോലുകൊണ്ട് തല്ലാനുള്ളവനല്ലവൻ, നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടവനവൻ. അയ്യേ, അതിനെ നടക്കുന്ന വഴിയിലെല്ലാം വെച്ച് ഞാൻ കല്യാണം കഴിക്കണോ? ഏതാണ്ട് സാഹിബും മദാമിയും കൂടി കൂടാരത്തിൽ എന്തോ കാണിച്ചെന്ന് പറഞ്ഞേ എന്റെ അടുത്ത് ഒന്ന് കാണിച്ചാലുണ്ടല്ലോ ഞാൻ നല്ല സമാധാനപ്പെടോ. അച്ഛാ, എത്ര ഇടി വേണമെങ്കിലും അവൾ ഇടിച്ചോട്ടെ, എന്നെ കല്യാണം കഴിച്ചോളാന്നേ നിങ്ങളുടെ മുമ്പിൽ വെച്ചേ എന്നെ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചാ മതി. ഓ, ഈ മണുക്കുത്തിന് കല്യാണം കഴിക്കാൻ എനിക്ക് മേല. അവള് വെറുതെ പറഞ്ഞല്ലോ, അവളെ നിനക്ക് തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് തരും കേട്ടോ. പക്ഷേ നീ വഴിയിലൊക്കെ വെച്ചല്ലോ സാഹിബ് മദാമിയും കാണിച്ചതുപോലൊന്നും ഒന്നും കാണിക്കരുത്. ഇതാണ് പാമ്പും മേക്കാവ്. This is famous പാമ്പ് മേക്കാവ്. Take about. There are plenty of things here. They are trustworthy also. അതെ, സത്യമുള്ളവയോ? പാമ്പാട്ടി വായിക്കൂ. അയ്യോ, അയ്യോ, സാഹിബിന്റെ ധൈര്യം കണ്ട ഇങ്ങനെ പാമ്പ് പിടിച്ച് ശീലമുണ്ട് കേട്ടോ. നിനക്ക് വല്ല കാര്യം ഉണ്ടോടി ഇതിനെ പിടിക്കാൻ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? എന്നെ കൊത്ത വന്നപ്പോ ഞാൻ പിടിച്ചെടുത്തതാ. ഇപ്പോൾ ധൈര്യവതി തന്നെ. വെരി ബ്രേവ്. എടി, നിന്റെ പേരെന്താണ്? വെളുത്തമ്മ. നീ എവിടെയാ താമസിക്കുന്നത്? തേക്കുംകാട്ടെ. കുട്ടിയുടെ മോളാ? നീ കുട്ടിയുടെ മോളാണോ? നിന്റെ അച്ഛനൊന്ന് കാണട്ടെ. ആദ്യ പ്രസംഗം. Come on, Mr. Ivanov, we will go. അയ്യോ സായിപ്പേ, 10 വലിയൊന്നുമല്ല. തേക്കിങ്ങാട് കുട്ടിയെ അറിയാൻ പാടില്ലായിട്ടാണ്. 2 ഫുൾ കുപ്പി വിഴുങ്ങും, അറിയാമോ? ആ കൊട്. മറുവശത്ത് വെളുത്തമ്മ ഒരു കമ്പുമായിട്ട് ഇങ്ങനെ നിൽക്കും. ഓ, എന്റെ അമ്മച്ചിയെ അച്ചോ കാണേണ്ടതാണ്. വെള്ളം കുടിച്ചോ വച്ചാ. എന്റെ പൊന്ന് മക്കളെ, നീ ഇങ്ങനെ ഓരോ വീരസങ്ങൾ കാണിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കരുത് കേട്ടോ. നിന്നെ പോറ്റാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞങ്ങൾ ഈ കാട്ടി വന്ന് കിടക്കുന്നത്. ജീവിക്കതിന്റെ വല്ല കാര്യമുണ്ടോ? പണ്ട് മലവെള്ളം പാഞ്ഞു വന്നപ്പോഴേ
വെളുപ്പാടത്തിന്റെ കൊച്ചിനെ എടുക്കാൻ പെരിയാറ്റിച്ചോടിയോ അതെ 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 അതുപോലെ തന്നെ പൂക്കാട്ടിലെ പാറുണ്ടാണ് മലമ്പാമ്പ് പിടിച്ചപ്പോഴേ വായി കൈ തന്നെ എടുത്തത് അമ്മയ്ക്ക് അറ്റാക്കറിയല്ലേ ഇവക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ പോയാൽ ആർക്ക് പോയി എനിക്ക് പോയി ബെഞ്ച് കിടക്കാതെ അപ്പോ ഞാൻ ഈ ചെയ്തതൊക്കെ തെറ്റാണെന്നാണ് ഈ പറയണത്? ആരാണ് ഈ വെളുത്തമ്മ? ആരാണ് ഈ വെളുത്തമ്മ? ഞാനാണേ. നീ അകത്തു പോ. പാമ്പിനെ പിടിച്ചതിന് കേസെടുക്കാൻ ഫോറസ്റ്റുകാർ വന്നിരിക്കുകയാണ്. കാലന്മാരുടെ കയ്യിൽ കടലാസ്. ഞങ്ങൾക്കൊരു അഭിമുഖം അനുവദിക്കണം. ഒരു സ്റ്റില്ലും എടുക്കണം. വെളുത്തമ്മയുടെ ധൈര്യം ആ കുട്ടിയെ ഒരു ഇന്റർനാഷണൽ ഫിഗറാക്കി മാറ്റിയിരിക്കുകയാണ്. നിനക്ക് മനസ്സിലായോ? എന്തുവാ? ആ സാറുമാര് പറയുന്നൊന്നും ഇവക്ക് മനസ്സിലായില്ല. നമുക്കൊന്നും മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ 7 നിറം പത്രത്തിന്റെ ലേഖകനാണ്. ഇദ്ദേഹം മലബാർ എക്സ്പ്രസിന്റെ പ്രതിനിധിയാണ്. ഞാൻ കലിയുഗം, അഭിമാനി, പുണ്യഭൂമി. ഞാൻ ITPയുടെ ലേഖകനാണ്. വെളുത്തമ്മ മനുഷ്യസാധ്യമല്ലാത്ത ഒരു സാഹസികമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പാമ്പുകളുടെ രാജാവായ രാജഗോപാലയെ ജീവനോടെ പിടിച്ചിരിക്കുകയാണ്. ഇന്നോളം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തൊരുത്തരും കാണിക്കാത്ത ധീരത ഈ പെൺകുട്ടി ചെയ്തിരിക്കുകയാണ്. നാളെ വെളുത്തമ്മ ഈ ലോകം മുഴുവൻ ബഹുമാനിക്കാൻ പോവുകയാണ്. അല്ലേ മിസ്റ്റർ രാധാകൃഷ്ണൻ? അയ്യോ അതായിരുന്നു. എന്നാ പിന്നെ പറഞ്ഞാ പോരായിരുന്നു. അവിടെ ബഹുമാനിക്കാൻ പോകുന്നെന്ന്. കോമ്രേഡ് ഐവാനോവിന്റെ അഭിപ്രായത്തിൽ ഈ രാജഗോപാലയുടെ വിഷത്തിൽ നിന്നും അത്ഭുതകരമായ പല കണ്ടുപിടുത്തങ്ങളും നാം കാണുവാൻ പോവുകയാണ്. ഈ കുട്ടിക്ക് എത്ര വയസ്സായി? 17. ഈ മനുഷ്യനാരാ? ഞാനേ പാപ്പി, വെളുത്തമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്ന പാപ്പി. ആള് ഭാഗ്യവാനാണല്ലോ. വെളുത്തമ്മയുടെ ആ പോസ് കൊള്ളാം. ഒരു സ്റ്റില്ലെടുത്തോട്ടെ. നീ കുറച്ചങ്ങ് മാറി നിൽക്കൂ. ശകലം. ആ ആ ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി മാല പിന്നിട്ടോളാം. അത് നിങ്ങളുടെ കല്യാണത്തിന് എടുത്തു തരാം. അപ്പോൾ വെളുത്തമ്മേ, ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും 1-2 വിവരങ്ങൾ അറിയാനുണ്ട്. അതായത് ഇപ്പോഴത്തെ ഈ കള്ളക്കടത്ത് വേട്ടയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അച്ഛാ, ഇവരെന്തോ ചോദിക്കണം, ഒന്ന് പറഞ്ഞുകൂടെ അച്ഛാ? അയ്യോ ഇപ്പൊ കടത്തുന്നില്ല. ഇവളോട് ചോദിച്ചു നോക്കിയാട്ടെ. പണ്ടൊക്കെ ഇച്ചിരി ഈട്ടിത്തടിയൊക്കെ കടത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ പിന്നെ എന്താ ഒരു ചെറിയ തോതിൽ ചില വേട്ടയൊക്കെ ഉണ്ട്. വല്ല മാനോ മുള്ളം പന്നിയോ വല്ലതൊക്കെ കിട്ടും. ഇല്ലടി? അത്രേ ഉള്ളേ. ഈ വിഷയത്തെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അതിരിക്കട്ടെ, ഈ വാട്ടർ ഗേറ്റ് സംഭവത്തെ കുറിച്ച് വെളുത്തമ്മയുടെ അഭിപ്രായം എന്താണ്? ഈ നിക്സന്റെ രാജി. ഞാൻ പറയാം. ഓ നിക്സൺ, അദ്ദേഹം അന്തസ്സുള്ള ഒരാളായിരുന്നു കേട്ടോ. പിന്നെ അത്ര വലിയ അന്തസ്സൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ആളുകൾ സംസാരിക്കുന്നിടത്ത് നീ പറഞ്ഞ ഒന്ന് തലയിടരുത്.